ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനിയ മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. തുടരുമെന്ന സിനിമയുടെ രണ്ടാമത്തെ ഹിഡൻ ഡീറ്റെയിൽസ് വീഡിയോ ആണിത്. ആദ്യ വീഡിയോയിൽ ഞാൻ പറയാതെ പോയിട്ടുള്ളതും കമന്റുകളിലൂടെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും ഈ കമന്റുകളിലൂടെ തന്നെ ഒരുപാട് പേർ സംശയമായി ചോദിച്ചിട്ടുള്ള കാര്യങ്ങളുടെ മറുപടിയുമെല്ലാമാണ് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത്. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ ഇനി നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് വരാം. ഒന്നാമത്തേത്, കമന്റുകളിലൂടെ ഏറ്റവും കൂടുതൽ പേർ സംശയമായി ചോദിച്ചിരിക്കുന്ന കാര്യം, ബെന്നി പവിയെ ആ ചാക്കിലേക്ക് കൊണ്ടുപോയി ഇടുന്ന സീനിൽ പവി ഒരു അണ്ടർവെയർ മാത്രമാണ് ധരിച്ചിരുന്നത്. ആ സമയത്ത് യൂണിഫോമും മറ്റും ധരിച്ചിരുന്നില്ല. പിന്നീട് എങ്ങനെയാണ് ആ ഒരു പേഴ്സ് ആ വണ്ടിയിലേക്ക് വന്നതെന്നാണ് പലരും ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ സിനിമ ശ്രദ്ധിക്കുകയാണെങ്കിൽ പവിയുടെ ഡെഡ് ബോഡി കിട്ടിയതിന് ശേഷം വരുന്ന വാർത്തകളിലും മറ്റും ചാക്കിൽ നിന്നും കിട്ടിയിട്ടുള്ള യൂണിഫോം വെച്ചുകൊണ്ട് ഐഡന്റിഫിക്കേഷൻ നടത്താൻ ശ്രമിക്കുമെന്ന് പറയുന്നുണ്ട്. മൃതദേഹം കിട്ടിയ ചാക്കിൽ നിന്നും ലഭിച്ച യൂണിഫോമിന്റെ അവശിഷ്ടങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം വിപുലീകരിച്ചിട്ടുണ്ട്. അതായത് തീർച്ചയായിട്ടും ആ ചാക്കിനുള്ളിൽ യൂണിഫോമും മറ്റും ഉണ്ടായിരുന്നു എന്നത് ഉറപ്പാണ്. അങ്ങനെ നോക്കുമ്പോൾ ബെന്നി പവിയെ അണ്ടർവെയർ മാത്രം ധരിച്ച അവസ്ഥയിലാണ് വണ്ടിയിലേക്ക് കൊണ്ടുപോയി ഇടാൻ പോകുന്നതായി കാണിക്കുന്നതെങ്കിലും പിന്നീട് വരുന്ന ഷോട്ടിൽ പവിയുടെ മൃതദേഹം ആ ഒരു ചാക്കിനുള്ളിലേക്ക് നിറയ്ക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇതിനിടയിൽ ആ ഒരു യൂണിഫോമും മറ്റും ബെന്നി ചാക്കിനുള്ളിലേക്ക് നിറച്ചിരിക്കാം. അത് നമ്മളെ എഴുത്ത് തന്നെ കാണിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ നിറച്ചിരിക്കുകയും ആ ചാക്കിന് ഒരു കീറൽ ഉണ്ടെന്നത് കാണിക്കുന്നത് കൊണ്ട് ആ കീറലിലൂടെ ഇവരറിയാതെ ആ ഒരു പേഴ്സ് കാറിനുള്ളിലേക്ക് ചെന്നതാകാം. സോ അതൊരിക്കലും അവർക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്കേ അല്ല, പകരം അതൊരു ബ്രില്യൻ്റായി തന്നെ കാണിച്ചിട്ടുള്ള കാര്യമാണ്. രണ്ടാമത് ഏറ്റവും കൂടുതൽ പേർ ചോദിച്ചിരിക്കുന്ന കാര്യം, പവിയുടെ വീട്ടിൽ വെച്ച് ബെൻസ് ആ പേഴ്സ് എടുത്ത് അവരുടെ തൊട്ടപ്പുറത്തുള്ള സ്ഥലത്തേക്ക് എറിയുന്നതായി കാണിക്കുന്നുണ്ടെങ്കിലും പിന്നീട് പവിയെ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്നാണ് ആ പേഴ്സ് കണ്ടെടുക്കുന്നത്. അത് എങ്ങനെയാണ് എന്നാണ്. സോ ഇവിടെ പവിയെ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്നല്ല, പകരം അവരുടെ വീടിന്റെ സ്ഥലത്ത് നിന്ന് തന്നെയാണ് ആ പേഴ്സ് കണ്ടെടുക്കുന്നത്. ബെൻസ് ആ പേഴ്സ് എടുക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ലളിത വരികയും ബെൻസ് ആ പേഴ്സ് തൊട്ടപ്പുറത്തെ പറമ്പിലേക്ക് എറിയുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. അവർ നിൽക്കുന്ന സ്ഥലം അവിടെ ഉയർന്നു നിൽക്കുന്നതായും ബെൻസ് പേഴ്സ് എടുത്ത് എറിയുന്ന സ്ഥലം താഴ്ന്നു നിൽക്കുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. ഒരു പക്ഷേ ആ സ്ഥലം അവരുടെ അതിർത്തിയിൽ തന്നെ വരുന്നതാകാം, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സ്ഥലമാകാം. കൂടാതെ ബെൻസ് ആ പേഴ്സ് കണ്ടെടുക്കുന്ന സീനൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ ബെൻസ് ആ പേഴ്സ് തൻ്റെ മകൻ്റെ തന്നെയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ശ്വാസം മുട്ടുന്നത് പോലെ കാണിക്കുമ്പോൾ തൊട്ട് മുന്നിലായി ഇവരുടെ വീട് നിൽക്കുന്നതായി കാണിക്കുന്നുണ്ട്. പവിയെ കുഴിച്ചിട്ട സ്ഥലം വിജനമായ പ്രദേശമായിരുന്നു, അവിടെ ആൾ താമസമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇവിടെ ഇവരുടെ വീട് എഴുതി തന്നെ കാണിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് ഉച്ചത്തിൽ കരയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ബെൻസ് അവിടെ കുഴഞ്ഞിരിക്കുന്നതായും പിന്നീട് ബാത്റൂമിൽ പോയി കരയുന്നതായും കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പവിയുടെ പേഴ്സ് ബെൻസ് കണ്ടെടുക്കുന്നത് പവിയെ കുഴിച്ചിട്ട സ്ഥലത്തൊന്നുമല്ല, പകരം ഇവരുടെ വീട് നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണെന്ന് ഉറപ്പിക്കാം. മറ്റൊന്ന്, മണിയൻ എന്ന ക്യാരക്ടറിനെ തിരക്കി അവന്റെ വീട്ടിലേക്ക് വരുന്ന സീനിൽ ശോഭി തിലകൻ വീട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്ന സമയം മോഹൻലാൽ നായകനായി വന്ന സ്ഫടികം എന്ന സിനിമയുടെ ഡയലോഗ് കേൾക്കുന്നതായും, ഇതുകൂടാതെ ഇവർ മണിയന്റെ വീട്ടിലേക്ക് വരുന്ന സമയം അവിടെ വിയറ്റ്നാം കോളനിയെ സൂചിപ്പിക്കുന്നത് പോലെ വിയറ്റ്നാം നഗരം എഴുതി വെച്ചിരിക്കുന്നതായും, കൂടാതെ ബെൻസും സുഹൃത്തും ബിവറേജിൽ നിൽക്കുന്ന സമയം സുഹൃത്ത് ബെൻസിനെ പറ്റി എന്ന് പറയുന്നത് മോഹൻലാലിന്റെ നരസിംഹം എന്ന സിനിമയുടെ റെഫറൻസ് ആയിട്ടുമാണ്. ഇങ്ങനെ ഈ സിനിമയിൽ ഉടനീളം മോഹൻലാലിന്റെ പല സിനിമകളെ പറ്റിയും പറയുന്നുണ്ട്. ഈ സിനിമയുടെ ആദ്യത്തെ ഹിഡൻ ഡീറ്റെയിൽസ് വീഡിയോയിൽ ഞാൻ ബെൻസ് എന്ന ക്യാരക്ടറിനെ ആനയായിട്ടും ജോർജ് എന്ന ക്യാരക്ടറിനെ പാമ്പായിട്ടുമാണ് കാണിച്ചിരിക്കുന്നതെന്നതിനെ പറ്റി പറഞ്ഞിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അവിടെ പറയാതെ പോയിട്ടുള്ള ഒരു കാര്യം, ബെൻസിനെ കാണിക്കുന്ന സമയത്ത് ആനയുടെ മ്യൂസിക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇതുപോലെ ജോർജിനെ കാണിക്കുന്ന പല സീനുകളിലും ഒരു പാമ്പിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജോർജ് മേരിയെ ഉപദ്രവിക്കാനായി ബാത്റൂമിന്റെ വാതിൽ തല്ലിപ്പൊളിച്ച് ആ ഹോളിലൂടെ നോക്കുന്ന സീൻ ഷൈനിങ് എന്ന സിനിമയുടെ ഒരു റെഫറൻസ് ആണെന്ന് പലരും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാധ്യതയുണ്ട്. എന്നിരുന്നാലും അതിനെക്കാട്ടിലും കൂടുതൽ സാധ്യത ഉള്ളതായി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ജോർജ് ആ ഹോളിലൂടെ അകത്തേക്ക് നോക്കുന്ന സമയം ഇതുപോലെ തന്നെ നാക്ക് പുറത്തേക്ക് ഇടുന്നതായും ആ പാമ്പിന്റെ ബീജിയമും കേൾപ്പിക്കുന്നുണ്ട്. സോ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഇരയെ പിടിക്കാനായി അതിനുള്ളിലേക്ക് തലനീട്ടി കയറുന്ന പാമ്പിനെ പോലെയാണ് ഇവിടെ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുന്ന മേരിയുടെ അടുത്തേക്ക് ജോർജിന്റെ ആ നോട്ടം ചെല്ലുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്.
അതുപോലെ തന്നെ പവി എന്ന ക്യാരക്ടർ എന്നെ എല്ലാവരും മഴയത്ത് നിർത്തിയിരിക്കുകയാണ് ബെൻസെ എന്ന് പറയുന്ന ഡയലോഗ് അടിയന്തരാവസ്ഥ കാലത്ത് മരിച്ചുപോയ രാജന്റെ അച്ഛന്റെ ആത്മകഥയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. മരിച്ചു കഴിഞ്ഞിട്ടും എന്തിനാണ് നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ മഴയത്ത് നിർത്തിയിരിക്കുന്നത് എന്ന ആ ഡയലോഗാണെന്ന് പറഞ്ഞിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിരുന്നു അത്. അതുപോലെ ബെൻസിനെ ആനയായിട്ടും ജോർജിനെ പാമ്പായിട്ടും ബെന്നി എന്ന ക്യാരക്ടറിനെ വോൾഫായിട്ടും കാണിച്ചിരിക്കുന്നതിനെ പറ്റിയെല്ലാം തരുൺ മൂർത്തി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പലരും കമന്റ് ഇട്ടിരുന്നു. പൊതുവെ ഞാൻ ഇത്തരം ഇന്റർവ്യൂകൾ കാണാറില്ല, അതുകൊണ്ടാണ് ബെൻസിന്റെയും ജോർജിന്റെയും കാര്യം പറഞ്ഞെങ്കിലും ബെന്നിയുടെ വോൾഫ് എന്ന കാര്യത്തെപ്പറ്റി എനിക്കറിയാതെ പോയത്. കാരണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്റർവ്യൂകളും മറ്റും കാണാതെ ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുള്ളതായിരുന്നു. എന്നിരുന്നാലും ഇങ്ങനെ വോൾഫ് എന്ന രീതിയിലാണ് ബെന്നിയെ കാണിച്ചിരിക്കുന്നത് എന്ന് സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നത് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, ഈ വോൾഫ് എന്ന് പറയുന്നത് കൂട്ടമായി നടക്കുന്നതും വളരെ കൂറുള്ളതും അതുപോലെ വളരെ അഗ്രസീവായിട്ടുള്ള ക്രൂരമായിട്ടുള്ള മൃഗവുമാണ്. സോ അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ബെന്നി എന്ന ക്യാരക്ടർ തൻ്റെ യജമാനായി കാണുന്ന ജോർജ് എന്ന ക്യാരക്ടറിനോട് വളരെ കൂറുള്ളതായിട്ടും വളരെ ക്രൂരനായിട്ടുള്ള ഒരാളായിട്ടും അതുപോലെ തന്നെ കൂട്ടം ചേർന്നുകൊണ്ട് ബെൻസിനെ ആക്രമിക്കാനായി വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. സോ ഇത്തരത്തിലെല്ലാമാകാം ഈ ബെന്നി എന്ന ക്യാരക്ടറിനെ സംവിധായകൻ വോൾഫ് എന്ന രീതിയിൽ ഉപമിച്ചിരുന്നത്. പവിയെ തുടക്കത്തിൽ ബെൻസ് ഡിക്കിയിൽ പോയി കേറട എന്ന് പറയുന്നത് അറം പറ്റുന്ന രീതിയിലാണ് പിന്നീട് പവി ആ ഡിക്കിയിൽ തന്നെ ആകുന്നതെന്നും അതുപോലെ മണിയന്റെ അമ്മ നീ നിന്റെ കാറും നശിച്ചു പോകുമടാ എന്ന് പറയുന്നതും വീണ്ടും അതുപോലെ തന്നെ സംഭവിക്കുന്നതിനെ പറ്റിയും ഏകദേശം പവിയെ ജോർജ് പോലീസ് സ്റ്റേഷനിലിട്ട് കൊല്ലുന്ന സമയത്ത് തന്നെയാണ് വീട്ടിലുള്ള ബെൻസിന് നെഞ്ചത്തെന്തോ കനം പോലെ തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബെൻസ് പുറത്തേക്ക് പോകുന്നതെന്നും എന്നീ കാര്യങ്ങളും പലരും കമന്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ബെൻസ് എന്ന ക്യാരക്ടർ മുരുക ഭക്തനാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചെല്ലാം ആദ്യ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ബെൻസ് ബാത്റൂമിൽ വെച്ച് കുളിക്കുന്ന സീനിൽ ബെൻസിന്റെ വലത് കൈയിലായി ഒരു വേലിന്റെ ചിത്രം ടാറ്റു ചെയ്തിരിക്കുന്നതായി കാണാം. അതുപോലെ ബെൻസ് ആ ഒരു ശവം കൊണ്ട് കളഞ്ഞതിനു ശേഷം പിന്നീട് വീട്ടിലേക്ക് വരുന്ന സമയം വീട്ടിലെ നായ ആ കാറിൽ പോയി മണം പിടിക്കുന്ന സമയത്ത് ബെൻസും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും ചിന്തിക്കുന്നത് ആ കാറിൽ ഒരു ഡെഡ് ബോഡി കടത്തിയത് കൊണ്ടാകാം നായ മണം പിടിക്കുന്നതെന്നാണ്. എന്നാൽ സത്യത്തിൽ ആ നായയ്ക്ക് ഒരുപാട് അടുപ്പമുണ്ടായിരുന്ന പവിയുടെ മണം കിട്ടുന്നത് കൊണ്ടാകാം നായ മണം പിടിക്കുന്നതും ഡിക്കി കടിച്ചു തുറക്കാനായും മറ്റും ശ്രമിച്ചുകൊണ്ടിരുന്നത്. മറ്റൊന്ന്, ഈ സിനിമയുടെ ഇടയ്ക്ക് കാണിക്കുന്ന ചിന്താമണി കൊലക്കേസ് എന്ന ചിത്രവും ഈ സിനിമയുമായിട്ടുള്ള കണക്ഷൻസിനെ കുറിച്ച് ഞാൻ ആദ്യ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നതാണ്. എന്നാൽ അവിടെ പറയാതെ പോയിട്ടുള്ള ചില കാര്യങ്ങൾ, ചിന്താമണി കൊലക്കേസിൽ കൊല്ലപ്പെടുന്ന ചിന്താമണി എന്ന ക്യാരക്ടറിന്റെ സ്വന്തം അച്ഛനായിട്ട് തന്നെയാണ് തിലകന്റെ ക്യാരക്ടറിനെ ആദ്യമെല്ലാം കാണിക്കുന്നത്. എന്നാൽ പിന്നീട് ചിന്താമണി ദത്തുപുത്രിയാണെന്നും തിലകന്റെ ക്യാരക്ടർ സ്വന്തം അച്ഛനല്ല എന്നും കാണിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ ചിത്രത്തിലും പവിയുടെ സ്വന്തം അച്ഛനായിട്ടാണ് ബെൻസിനെ ആദ്യമെല്ലാം കാണിക്കുന്നതെങ്കിലും പിന്നീട് കേസ് അന്വേഷണവും മറ്റും തുടങ്ങുന്ന സമയത്ത് സ്വന്തം അച്ഛനല്ല, പകരം രണ്ടാം അച്ഛനാണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ കൊല്ലപ്പെടുന്ന പവിയെ ചേർത്തുകൊണ്ട് പോലീസുകാരും മറ്റും പല അപവാദ കഥകൾ പറഞ്ഞു പരത്തുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ചിന്താമണി കൊലക്കേസിലെ ചിന്താമണിയെ ചേർത്തുകൊണ്ട് സുരേഷ് ഗോപിയുടെ ക്യാരക്ടർ കേസ് ജയിക്കാൻ വേണ്ടി അച്ഛനുമായി കണക്ട് ചെയ്ത് അപവാദങ്ങൾ പറയുന്നത്. പിന്നീട് പലരും ചോദിച്ചിരിക്കുന്ന ഒരു സംശയമാണ്, ജോർജിനും ബെന്നിക്കും തുടക്കം മുതൽ തന്നെ പവിയെ കൊല്ലുന്ന സമയം തന്നെ ബെൻസിന്റെ മകനാണ് പവി എന്ന കാര്യം അറിയാമായിരുന്നു എന്ന്. എനിക്ക് തോന്നിയത് ഒരിക്കലും അതിന് സാധ്യതയില്ല, പകരം പിന്നീടായിരിക്കാം ആ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. അതായത് ബെന്നി ഈ ഡെഡ് ബോഡി കൊണ്ട് ആ കാറിലേക്ക് വെക്കുന്ന സീനിൽ പലതരം വണ്ടികൾ തിരയുന്നതായും അവിടെ കിടക്കുന്ന ഒരു ടെമ്പോയിൽ വെക്കാനായി ആദ്യം നോക്കുന്നതായും പിന്നീട് വേണ്ട എന്ന് കരുതി കാറിന്റെ ഡിക്കിയിൽ ഒളിപ്പിക്കുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. അതായത് അവർക്ക് ആ സമയം ആ കാറിൽ തന്നെ ഒളിപ്പിക്കണമെന്നുള്ള ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു. പലതരം വാഹനങ്ങൾ നോക്കിയതിന് ശേഷം പിന്നീട് കാറാണ് സേഫ് എന്ന് തോന്നിയിട്ടാണ് ബെന്നി അതിലേക്ക് തന്നെ കൊണ്ടുവെക്കുന്നത്. കാരണം ബെന്നി ആ കാർ വിട്ടുകൊടുക്കില്ല എന്ന് നേരത്തെ തന്നെ വാശി പിടിച്ചിരിക്കുന്നതാണ്. പിന്നീട് ബെൻസ് തൻ്റെ മകനെ കാണാനില്ല എന്നുള്ള കാര്യം അവിടെ വന്ന് പറയുന്ന സമയത്ത് ഒരുപക്ഷെ അവൻ്റെ പേരും മറ്റും എഴുതി വെക്കുന്ന സമയത്താകാം അതുമെല്ലാം വെച്ച് തിരിച്ചറിയുകയും ആ കാര്യം ജോർജിനോട് പറയുകയും പിന്നീട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതുമാകും. മറ്റൊരു സംശയം, എന്തിനാണ് ആ കല്യാണ സീനുകളിൽ സുധീഷിന്റെ പെങ്ങൾക്കും സുധീഷിനുമെല്ലാം ഇത്രയും ടെൻഷൻ ഉണ്ടാകുന്നതായി കാണിക്കുന്നതെന്നാണ്. കാരണം ജോർജ് പറയുന്ന കഥയനുസരിച്ച് സുധീഷിന്റെ പെങ്ങൾക്ക് മറ്റൊരു പ്രണയമുണ്ടെന്നും സുധീഷിന് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോളുകളും മറ്റും വന്നിട്ടുണ്ടെന്നുമാണ്. എന്നാൽ പിന്നീട് അത്തരം കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്നാണ് കാണിക്കുന്നത്. സോ ഇത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ കാര്യങ്ങൾ കാണുമ്പോൾ പവിയായിരുന്നു ആ കാറിൽ ഉണ്ടായിരുന്നത് എന്ന് തിരിച്ചറിയുന്നിടം വരെ ജോർജ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കാം. കൂടാതെ ഒരു കല്യാണ വീട് ആയതുകൊണ്ട് തന്നെ കല്യാണ പെണ്ണും സഹോദരനും അച്ഛനുമെല്ലാം ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളും ഏറെയാണ്.
സോ ആ കാര്യത്തെ ഇങ്ങനെ ഒരു സംശയം നമ്മൾക്ക് ഉണ്ടാകുന്ന രീതിയിൽ കൂടി അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ ബ്രില്യൻ്റ് ആയി തന്നെയാണ്. പിന്നീട് എല്ലാ പ്രേക്ഷകർക്കും തോന്നാവുന്ന ഒരു ഡൗട്ടാണ്, സിനിമ ആദ്യം കണ്ട് അവസാനിപ്പിച്ചതിന് ശേഷം എനിക്കും തോന്നിയിട്ടുള്ള ഡൗട്ടായിരുന്നു, എന്തിനാണ് സിനിമയുടെ ഏറ്റവും ഒടുവിൽ ആ ഒരു പിങ്ക് കളറിലുള്ള കടലാസ് ചെടികൾ എടുത്തു തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നോ എന്നത്. ഈ ഒരു കാര്യത്തിനായി സിനിമ വീണ്ടും കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇവരുടെ വീടൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കടലാസ് ചെടികൾ ഇവരുടെ വീട്ടിലുണ്ടായിരുന്നു. കൂടാതെ ഇവരുടെ വരാന്തയിൽ ഇതേ നിറത്തിലുള്ള കടലാസ് ചെടികൾ നിൽക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ എന്ന പാട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിന്റെ പാട്ടിലെ വരികളായി പറയുന്നതും പൂന്തോട്ടത്തിൽ ഒരുപാട് പൂക്കളും മറ്റും വേണം, ചിത്രശലഭങ്ങൾ വേണം, കാറ്റ് വേണം, ഇങ്ങനെയുള്ള സന്തോഷത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ഈ പിങ്ക് നിറത്തിലുള്ള കടലാസ് ചെടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതും സന്തോഷവും സ്നേഹവും ശുഭാപ്തി വിശ്വാസവും എല്ലാമാണ്. സോ ഇതുകൊണ്ടാണ് ഇവരുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള പൂക്കൾ തന്നെ ഒരുപാട് നിൽക്കുന്നതായും പ്രത്യേകിച്ച് ഈ പൂക്കൾ തന്നെ വരാന്തയിൽ നിൽക്കുന്നതായും കാണിച്ചിരുന്നത്. പിന്നീട് ഇവരുടെ ഈ സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം വരുന്ന സീനുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ ആ ഭാഗത്ത് നിന്നും ഇത്തരം പൂക്കൾ മാക്സിമം ഒഴിവാക്കിയിരിക്കുന്നതായും കാണാം. പിന്നീട് സിനിമയുടെ ഏറ്റവും ഒടുവിൽ ഈ പൂക്കൾ തന്നെ വീണ്ടും കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ സന്തോഷവും സമാധാനവും സ്നേഹവും എല്ലാം ഇവരുടെ കുടുംബത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തെ കാണിക്കാൻ വേണ്ടിയാകും. കൂടാതെ അവിടെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ഒരു തൂണിലായി ചിതൽ പിടിച്ചിരിക്കുന്നതായി കാണാം. മഴ പെയ്തത് കൊണ്ടാകാം ഇത്തരം ചിതൽ വന്നിരിക്കുന്നതെന്ന് കണക്കാക്കാം. എന്നിരുന്നാലും അവിടെയുള്ള ബാക്കി ഒറ്റ തൂണിലും ഇത്തരത്തിലുള്ള ചിതലുകളെ കാണിച്ചിട്ടേയില്ല. പകരം ഈ പൂ കാണിക്കുന്ന അതേ ഭാഗത്ത് ആ തൂണിൽ മാത്രമാണ് ഇത്തരം ചിതലുകൾ ഉള്ളതായി കൂടി കാണിക്കുന്നത്. സോ ഈ ചിതലുകൾ എന്ന് പറയുന്നത് പഴക്കത്തെയും മറ്റും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കൂടാതെ ഈ സമയങ്ങളിൽ തന്നെ തുടരുമെന്ന സിനിമയുടെ പേര് എഴുതി കാണിക്കുന്ന സമയം അതിലൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിലൊരു തുന്നിൽ ചേർക്കൽ നമുക്ക് കാണാം. അതായത് ഇവരുടെ തകർന്നു പോയിട്ടുള്ള ആ കുടുംബത്തെ വീണ്ടും യോജിപ്പിക്കുന്നു എന്നാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇതെല്ലാം കൂട്ടി വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ബെൻസ് ഈ ശിക്ഷ ഏറ്റുവാങ്ങാനായി ജയിലിലേക്ക് പോവുകയും വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരികയും ചെയ്യുമ്പോൾ ഇങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവരുടെ കുടുംബത്തിലേക്ക്, ഇവരുടെ ആ വീട്ടിലേക്ക് പഴയതുപോലെ തന്നെ സന്തോഷവും സമാധാനവും എല്ലാം വരുമെന്ന രീതിയിലായിരിക്കും ഇവരുടെ വീടിന്റെ വരാന്തയിൽ നിന്നിരുന്ന ആ നിറത്തുള്ള കടലാസ് പൂക്കൾ തന്നെ ഇവിടെ കാണിച്ചതും ആ വർഷങ്ങളുടെ പഴക്കത്തെ സൂചിപ്പിക്കുന്നത് പോലെ ആ തൂണിൽ മാത്രം ആ ചിതലുകളെ ഉൾപ്പെടുത്തി വെച്ചതും. സോ എന്താണ് ഈ ഒരു തിയറിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താം. പിന്നീട് ചിലർ ചോദിച്ചിരിക്കുന്ന സംശയം, ബെൻസ് ആ കാർ പൂർണ്ണമായും ഉപേക്ഷിക്കുമോ, ബെൻസിന് ശിക്ഷ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ബെൻസ് ആ കാർ ഉപേക്ഷിക്കുകയും ബെൻസിന് ശിക്ഷ കിട്ടുകയും ചെയ്തിരിക്കും. മകനെ ബെൻസ് കൊന്നു എന്നുള്ള കുറ്റം ഒരിക്കലും നിലനിൽക്കില്ല. കാരണം അതിന് സാക്ഷി പറയാനായിട്ട് കൊലപാതകയായിട്ടുള്ള ജോർജിന്റെ മകൾ തന്നെ ഇവരുടെ ഒപ്പമുണ്ട്. കൂടാതെ സുധീഷ് എന്ന ക്യാരക്ടറും ബെൻസിന് അനുകൂലമായി മൊഴി നൽകാൻ സാധ്യതയുണ്ട്. ബെൻസിനെ ഉപദ്രവിക്കുന്ന സീനിൽ ബെൻസ് അവിടെ നിന്നും ചാടിപ്പോകുന്ന സമയം CCTVയും മറ്റും ഓഫ് ചെയ്തിരുന്നതും മറ്റും ബെന്നിയാണ്. കൂടാതെ അവിടെ നിന്നും ആ ദിവസം മറ്റുള്ള ആൾക്കാരെയെല്ലാം പുറത്താക്കുകയും ചെയ്തിരുന്നു. സോ ഈ കാര്യങ്ങളെല്ലാം വെച്ച് അന്വേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും പവിയെ കൊന്നുള്ള കുറ്റം ബെൻസിന്റെ തലയിൽ വരില്ല. എന്നിരുന്നാലും മറ്റ് രണ്ടുപേരെയും കൊന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും ബെൻസ് ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കൂടാതെ ആ കാർ ബെൻസ് തീർച്ചയായും ഉപേക്ഷിച്ചിരിക്കും. തന്റെ മകന്റെ ഡെഡ് ബോഡി വെച്ചുകൊണ്ട് താൻ തന്നെ ഡ്രൈവ് ചെയ്തിരുന്ന ആ കാർ പിന്നീട് ബെൻസ് ഉപയോഗിച്ചിരിക്കുന്നത് പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന ആളുകളെ പിടിക്കാൻ വേണ്ടി ആദ്യം സുധീഷിനെയും പിന്നീട് ബെന്നിയെയും ജോർജിനെയും പിടികൂടാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. സോ പ്രതികാരമെല്ലാം തീർത്തതിന് ശേഷം പൂർണ്ണമായും ആ കാർ ഉപേക്ഷിക്കുകയും ആദ്യം ആ കാർ വെള്ളത്തിലൂടെയെല്ലാം ഓടിക്കാൻ മടി കാണിച്ചിരുന്ന ബെൻസ് അത്തരം ഒരു സ്ഥലത്ത് തന്നെ കൊണ്ട് ഉപേക്ഷിച്ചത് ഇനി തനിക്ക് ആ കാർ വേണ്ട എന്നുള്ള അർത്ഥത്തിലുമാണെന്ന് 100% ഉറപ്പിക്കാം. ഈ തുടരുമെന്ന ചിത്രത്തിന് മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ വന്ന ദൃശ്യം എന്ന ചിത്രവുമായി പല സിമിലാരിറ്റികളുമുണ്ട്. സോ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ശരിയാണ്, രണ്ട് സിനിമയിലും ഒരു കൊലപാതകം നടക്കുന്നുണ്ട്. ഒന്നിൽ നായകന്റെ കുടുംബം കൊലപാതകം നടത്തുമ്പോൾ രണ്ടാമത്തതിൽ നായകന്റെ കുടുംബത്തിലാണ് മരണം സംഭവിക്കുന്നത്. രണ്ടിലും പോലീസുകാർ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഒന്നിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൊലപാതകം നടക്കുമ്പോൾ മറ്റൊന്നിൽ പോലീസ് സ്റ്റേഷനിൽ ഡെഡ് ബോഡി കൊണ്ട് മറവ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ദൃശ്യത്തിൽ ഒരു മഞ്ഞക്കാരനെ ചുറ്റിപ്പറ്റിയാണ് കേസന്വേഷണം നടക്കുന്നതെങ്കിൽ ഇതിലൊരു ബ്ലാക്ക് അംബാസിഡർ ആണെന്ന വ്യത്യാസം. കൂടാതെ രണ്ട് ചിത്രങ്ങളിലും നായകന്റെ കുടുംബത്തെ പോലീസുകാരും മറ്റും ക്രൂരമായി ഉപദ്രവിക്കുന്നതായിട്ട്, ഭാര്യയും മകളെയും എല്ലാം ക്രൂരമായി ഉപദ്രവിക്കുന്നതായിട്ടും മീഡിയ അവിടെ വരുന്നതായിട്ടുമെല്ലാം കാണിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഒരുപാട് സിമിലാരിറ്റികൾ ഈ രണ്ട് ചിത്രങ്ങളും തമ്മിൽ ഉണ്ട് എന്നത് സത്യമാണ്. എന്നിരുന്നാലും വളരെ മനോഹരമായി തന്നെയാണ് ഈ ചിത്രം തരുൺ മൂർത്തി അവതരിപ്പിച്ചതും വിജയിപ്പിച്ചതും.
സോ ദാറ്റ്സ് ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. ഇനിയും ഈ സിനിമയിൽ ഒളിച്ചിരിക്കുന്ന ഹിഡൻ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.